നെന്മാറ അളുവശ്ശേരി പോത്തുണ്ടി കനാൽ റോഡ് പണി നാട്ടുകാർ തടഞ്ഞു. 2 വർഷമായി നടന്നു വരുന്ന റോഡ് പണി എങ്ങും എത്താതായതോടെയാണ് നാട്ടുകാർ തടഞ്ഞത്. ചില ഭാഗത്ത് മെറ്റലിട്ടതുമൂലം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിയൊന്നുമില്ലേ? പണി ചെയ്യിപ്പിക്കണേക്കും വേഷക്കെട്ട് പറഞ്ഞ വേഷക്കെട്ടാണിത്. ആൾക്കാർക്ക് അസുഖം വന്ന് ആൾക്കാരുടെ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു എത്ര പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഈ പറയുന്നവരെടുത്ത് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? അവരവിടെ ഇരുന്ന് AC റൂമിലിരുന്ന് പറയായിരിക്കും. ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നീ ഒന്ന് മനസ്സിലാക്ക്. 6 കിലോമീറ്റർ റോഡിൽ ബാക്കി ഭാഗവും പൊളിച്ച് മെറ്റലിടാനുള്ള നീക്കമാണ് നാട്ടുകാർ തടഞ്ഞത്. മെറ്റലിട്ട ഭാഗത്ത് പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവര് വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടാ? ഒരു ദിവസം വന്ന് നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്ന് ഇരിക്കണോ? എന്നിട്ട് ബാക്കി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ കാണിക്ക്. 2 വർഷമായില്ലേ ഇവിടെ ഈ ജാതി നരകം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? ചങ്ങാതി ഒന്ന് നേരിട്ട് വാ, ഇവിടെ കൈകാര്യം ചെയ്യും മറ്റുള്ളവര്. അറിയോ നിനക്ക്? തെമ്മാടിത്തരം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. വിഷമമല്ല, വർക്കെടുത്തതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണെന്നൊക്കെ അറിയാം. പക്ഷെ ഇവിടെയുള്ള ജനങ്ങള്, ഈ ഇത്രയും കിലോമീറ്റർ ദൂരമുള്ള ജനങ്ങള്, അവരെന്ത് തെറ്റാണ് ചെയ്തത്? റോഡ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈ കാറ്റത്ത് നീ ഒന്ന് വന്ന് ഇവിടെ ഒന്ന് ഇരിക്കേ, നിന്റെ ഉദ്യോഗസ്ഥൻ വന്നൊന്നിരിക്കേ. നിന്റെ വീടിന്റെ മുമ്പിലാണെങ്കിൽ നീ ഇതുപോലെ ചെയ്യോടാ നീ? ഇന്ന് രാവിലെ 9 മണിയോടെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉഷ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ റോഡ് പണി തടഞ്ഞത്. 2 വർഷത്തോളമായി ഒരു പ്രദേശം മുഴുവൻ പൊളിച്ചിട്ട സ്ഥിതിയിലാണ്. ആ പൊളിച്ച റോഡ്, പൊളിച്ച ഭാഗം നേരാക്കി വരികയും അതിനുശേഷം ഇവിടെ പൊളിക്കാത്ത ഭാഗം കിടക്കുന്നുണ്ട്. അതിനുശേഷം പൊളിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇന്ന് ഈ ആളുകളെല്ലാം തന്നെ കൂടിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ദുരിതമായി തീരുന്ന ഈ റോഡ് എത്രയും വേഗം നന്നാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ അധികൃതരായാലും അതുപോലെ തന്നെ കോൺട്രാക്ടർ ആയാലും എത്രയും വേഗം പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഈ പണി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയുന്നത്. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പ്രകാരമുള്ള റോഡ് നിർമ്മാണമാണിത്. സ്കൂൾ ബസ്സുകളും ഓട്ടോയും ഇരുചക്ര വാഹനങ്ങൾ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മെറ്റലിട്ട ഭാഗം. ദിവസങ്ങളായി പ്രതിഷേധത്തിലായിരുന്ന നാട്ടുകാർ ഇന്ന് സജീവമായി പണി നിർത്തിവയ്ക്കാൻ ഇറങ്ങുകയായിരുന്നു. ഇതോടെ റോഡ് പണി നിർത്തിവച്ചിരിക്കുകയാണ്. 6 കോടി രൂപയിലാണ് പുനരുദ്ധാരണ പ്രവൃത്തി നടക്കുന്നത്. ഈ റോഡ് പൊളിച്ചിട്ടതിന് ശേഷം വണ്ടികളെല്ലാം തന്നെ ഓടാൻ ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക് വാഹനം ഈ വഴി ഓടുന്നില്ല, ബസ് ഈ വഴി വരുന്നില്ല, അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരുന്നില്ല. അതിനേക്കാൾ എല്ലാം തന്നെ ബുദ്ധിമുട്ടായിട്ട് ഇവിടെയുള്ള പ്രദേശങ്ങൾക്ക്, ഈ പരിസരവാസികൾക്ക് മുഴുവൻ ചുമ, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളെല്ലാം തന്നെ ഈ പൊടി അലർജി മൂലം നിലവിൽ ഉണ്ടായി വരുന്നുണ്ട്. അത് പലതവണ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അറിയിച്ചതാണ്. ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചാൽ ആ ഒരു ദിവസം ഒരു വണ്ടി വെള്ളം കൊണ്ടുവന്ന് ഒന്ന് തെളിച്ചിട്ട് പോകുക അല്ലാണ്ട് ഇതുവരെയായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. UTV ന്യൂസ്, പാലക്കാട്.